നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ തേർഡ് ചാപ്റ്ററായ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഇലക്ട്രിക് കറന്റ് എന്ന് നമുക്കറിയണം. ഇലക്ട്രിക് കറന്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ യൂസ് ആയിട്ടുള്ളൂ. സോ ആദ്യം ബിഗിനിങ് സ്റ്റേജിൽ എന്താണ് ഇലക്ട്രിക് കറന്റ്? I = ശരിക്കും പറഞ്ഞാൽ Q/T ആണ് ഇക്വേഷൻ. I = Q/T ആണ് ഇക്വേഷൻ. അതായത് ദ റേറ്റ് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് നോൺ ആസ് ഇലക്ട്രിക് കറന്റ് എന്നാണ് പറയുക. I ആണ് നമ്മുടെ ഇലക്ട്രിക് കറന്റ്, Q എന്ന് വെച്ചാൽ ചാർജ്, T എന്ന് വെച്ചാൽ ടൈം പീരീഡ്. റേറ്റ് നമ്മൾ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ പറയുക. അപ്പൊ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ. A എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആംപിയർ ആണ് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ്. ഇലക്ട്രിക് കറന്റ് ഒരു സ്കെയർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് കറന്റിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറന്റ് ബേസ് ചെയ്ത ഇലക്ട്രിക് കറന്റിന്റെ ബേസിസിലുള്ള ഒരു ലോ ആണ് ഓംസ് ലോ. ഓംസ് ലോ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലോ ആണ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വൺ ഓഫ് ദ ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോ ഓംസ് ലോ എന്താണ് പറയുക എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാമിലൂടെ പറയാം. ഇപ്പൊ ഇതിന് A-B എന്ന് പറയാം. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് I. ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V എന്ന് പറയാം. അതായത് എയും ബി പറയുന്ന പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V എന്ന് വെക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പെർട്ടിക്കുലർ പോയിന്റ് എന്നാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ജനറലി പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നതാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. സോ ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് I എന്ന് വെക്കുക. സോ ഓംസ് ലോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through the conductor is directly proportional to the potential difference across the conductor. അതായത് ഈ കണ്ടക്ടറിലൂടെ അറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? V directly proportional to I എന്ന് എഴുതാം. Where V is the potential difference, I is the current. So V is directly proportional to I. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ അതാണ് V = RI. V = RI. ഇതാണ് നമ്മുടെ ഓംസ് ലോ ഇക്വേഷൻ. V = RI. Where R is the resistance. R ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? പ്രതിരോധം. കറണ്ടിനെ പ്രതിരോധിക്കുന്ന ഒരു ഫാക്ടർ ആണ്, അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ആണ് റെസിസ്റ്റൻസ് എന്ന് പറയാ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഇങ്ങനെ പറയുന്നത് OHM, ഓം. അങ്ങനെയാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. സോ V = RI. R ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് വേരിയേഷൻ വരിക, അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ബേസിക് ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ലെങ്ത്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇപ്പൊ നമ്മൾ ഒരു കണ്ടക്ടർ എടുത്തു, B എന്ന് പറയുന്ന കണ്ടക്ടർ എടുത്തു. അതിന്റെ ലെങ്ത് A ആണ്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നതും A ആണെന്ന് വെക്കുക. സോ അല്ലെങ്കിൽ ഈ പോയിന്റ് മാറ്റി നമുക്ക് BC എന്ന് എടുക്കാം. സോ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ BC എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ എടുത്തു. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A ആണ്, ലെങ്ത് L ആണ്. എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മാർക്കർ ഉണ്ടല്ലോ, ഇതിന്റെ ഈ വണ്ണം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുക. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ലെങ്തിനെയുമാണ് റെസിസ്റ്റൻസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. അതായത് ലെങ്ത് കൂടും തോറും റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയും തോറും റെസിസ്റ്റൻസ് കുറയും. സോ ലെങ്ത് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇപ്പൊ BCയുടെ ലെങ്ത് കൂടും തോറും ഈ പറയുന്ന BCക്ക് അകത്തുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ്? കൂടിക്കൊണ്ടിരിക്കും. BCയുടെ ലെങ്ത് കുറയും തോറും റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. സോ ഇത് രണ്ട് ഇക്വേഷൻ ആയിട്ട് എടുക്കാം, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും?
R is directly proportional to L by A എന്ന് എഴുതാലോ. R is directly proportional to L by A. ഇതാണ് റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഈ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. R equal to rho L by A. R equal to rho L by A. Where rho is the resistivity. റെസിസ്റ്റിവിറ്റി ആണ് നമ്മുടെ റോ എന്ന് പറയാം. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്നാണ് അർത്ഥം വരിക. അപ്പൊ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. ഇനി എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റെസിസ്റ്റിവിറ്റിനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ അതും ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് യു മീൻ ബൈ റെസിസ്റ്റിവിറ്റി എന്ന ചോദ്യങ്ങൾ പരീക്ഷകളിൽ കണ്ടുവരുന്നുണ്ട്. സോ എന്താണ് റെസിസ്റ്റിവിറ്റി? റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. എപ്പോഴാണ് റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസിന് ഈക്വൽ ആവുക? At unit length and unit area of cross section, where resistivity equal to resistance എപ്പോഴാണ്? when L equal to 1 meter and area equal to 1 meter square. ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്ററും ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ആവുന്ന സിറ്റുവേഷനിൽ ഉള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റിവിറ്റി എന്ന് പറയാ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയാണ്? ഓം മീറ്റർ എന്നാണ് വരിക. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എന്നല്ല വരിക. ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. സോ ഓം ഇൻറ്റു ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ മീറ്റർ ക്യാൻസൽ എന്ത് വരും? ഓം മീറ്റർ എന്ന് വരും. അപ്പൊ ഓം മീറ്റർ ആണ് നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഓംസ് ലോയുടെ ഗ്രാഫ് ആണ്. നമുക്കറിയാം ഓംസ് ലോ എന്ന് പറയുന്നത് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്, അല്ലെങ്കിൽ ബി ഈക്വൽ ടു ആർ ഐ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ? ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ഓംസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് പരീക്ഷകളിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എപ്പോഴും അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസ് നമ്മൾ എപ്പോഴും എഴുതേണ്ടത് കറണ്ട് ആണ്. എക്സ് ആക്സിസിൽ കറണ്ട് ആണ്, വൈ ആക്സിസിൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എക്സ് അതായത് ഐ കൂടുന്തോറും ബി കൂടും. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുക. സോ ഇതിന്റെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ, അങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ സ്ലോപ്പ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്ലോപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ റെസിസ്റ്റൻസിനെയാണ്. സ്ലോപ്പ് റെപ്രസെന്റ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ക്ലിയർ ആവുന്നുണ്ട്? കാരണം സ്ലോപ്പ് എന്താ നമുക്ക് കിട്ടുക? സ്ലോപ്പ് കിട്ടുന്നത് ബി ബൈ ഐ ആണ്. ബി ബൈ ഐ എന്ന് വെച്ചാൽ ആർ അല്ലേ? ബി ബൈ ഐ എന്ന് വെച്ചാൽ ആർ ആണ്. സോ സ്ലോപ്പ് നമുക്ക് തരുന്നത് നമ്മുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആയിരിക്കും കിട്ടുക. ക്ലിയർ? അതുപോലെ തന്നെ അടുത്ത രണ്ട് പാരാമീറ്റേഴ്സും ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി. ഫസ്റ്റ് വൺ ആണ് കണ്ടക്ടിവിറ്റി. എന്താണ് കണ്ടക്ടിവിറ്റി? അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി നമ്മൾ സിഗ്മ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താണ് കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ അതായത് സിഗ്മ ഈക്വൽ ടു 1 ബൈ റോ എന്നാണ് എഴുതുക. അതായത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. അതായത് സിഗ്മ ഈക്വൽ ടു 1 ബൈ റോ. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1 ബൈ റോ എന്നല്ല എഴുതാം. സോ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓം പവർ ഓഫ് -1 അല്ലെങ്കിൽ 1 ബൈ ഓം എഴുതാം. അതിനെ നമുക്ക് ഓം പവർ ഓഫ് -1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റും കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനും മനസ്സിലായ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ്, ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു ടോപ്പിക്കാണ് കറന്റ് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. കറന്റ് ഡെൻസിറ്റി നമ്മൾ ജെ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വിത്ത് റെസ്പെക്ട് ടു ഇവിടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറന്റ് ഡെൻസിറ്റി ജെ എന്ന് പറഞ്ഞാൽ കറന്റ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിനെയാണ് നമ്മൾ കറന്റ് ഡെൻസിറ്റി എന്ന് പറയാ. സോ കറന്റ് ഡെൻസിറ്റിനെ ജെ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ജെ ഈക്വൽ ടു ഐ ബൈ എ. ഐ ആണ് നമ്മുടെ കറന്റ് എന്ന് പറയുന്നത്, എ ആണ് നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ആംപിയർ മീറ്റർ പവർ ഓഫ് -2 എന്ന് എഴുതാം. കറന്റ് ഡെൻസിറ്റി യൂണിറ്റ് ആംപിയർ മീറ്റർ പവർ ഓഫ് -2. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. നമ്മൾ എന്താണ് കറന്റ് ഡെൻസിറ്റി എന്നും എന്താണ് കണ്ടക്ടിവിറ്റി എന്നും നമ്മൾ നോക്കി. ഇനി അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി.
ജെ ഈക്വൽ ടു ഐ ബൈ എ. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് ജെ ഈക്വൽ ടു ഐ ബൈ എ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ കറന്റ് ഡെൻസിറ്റി എന്ന് പറയാം. ഇത് നമ്മൾ ജസ്റ്റ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഐ ഈക്വൽ ടു വി ബൈ ആർ ആണെന്ന് അറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഓംസ് ലോ അനുസരിച്ച് ഐ ഈക്വൽ ടു വി ബൈ ആർ ആണെന്ന് നമുക്കറിയാം. അതെടുത്തിട്ട് നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ J equal to V by R whole divided by A എന്ന് വരും. ക്ലിയർ? V by R whole divided by A എന്ന് വരും. ജസ്റ്റ് ഓംസ് ലോയിലെ ആ ഇക്വേഷൻ എടുത്ത് നമ്മൾ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ വരും? V by R A എന്ന് വരും. J equal to V by R A, where V is the potential difference, R is the resistance, A is the area of cross section എന്ന് പറയും. ക്ലിയർ? അല്ലെങ്കിൽ സോറി, എ ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ല, എ ഇസ് ദ യൂണിറ്റ് ഏരിയ. ഏരിയ ആണ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം ആർ ഇൻ ഇക്വേഷൻ. ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. നമുക്കറിയാം റെസിസ്റ്റിവിറ്റിന്റെ ഒക്കെ നമ്മൾ ടേം പഠിച്ചാണ്. സോ ഈ ആറിന് പകരം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെ ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ റോ എൽ ബൈ എ ഇൻറ്റു എ എന്ന് വരും. ക്ലിയർ? ആറിന് പകരം റോ എൽ ബൈ എ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ജെ ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ റോ എൽ ബൈ എ ഇൻറ്റു എ എന്ന് വരും. എ ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ എന്ത് വരും? വി ഡിവൈഡഡ് ബൈ റോ എൽ എന്ന് വരും. ജെ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ റോ എൽ എന്ന് വരും. വി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി, എൽ എന്ന് വെച്ചാൽ ലെങ്ത്. ക്ലിയർ? ദെൻ ഇനി നമുക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് വി ഈക്വൽ ടു ഇ എൽ എന്നാണ്. വി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രിക്കൽ ഫീൽഡ്. നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് എത്രയാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഇ എന്ന് പറയുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ ജെ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ജെ ഈക്വൽ ടു ഇ എൽ ഡിവൈഡഡ് ബൈ റോ എൽ എന്ന് വരും. എല്ലും എല്ലും ക്യാൻസൽ ചെയ്യാലോ, കാരണം സെയിം ആണ്. സോ നമുക്ക് എന്ത് വരും? ഇ ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. ഈക്വൽ ടു നമുക്കറിയാം 1 ബൈ റോ ഈക്വൽ ടു സിഗ്മയാണ്. 1 ബൈ റോ ഈക്വൽ ടു സിഗ്മ അല്ലേ? സോ എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു സിഗ്മ എന്ന് വരും. സോ ജെ ഈക്വൽ ടു ഇ ഇൻറ്റു സിഗ്മ. ഇതാണ് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ജെ ഈക്വൽ ടു ഇ ഇൻറ്റു സിഗ്മ. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ 4 ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം സോൾവ് ചെയ്തിരിക്കുന്നത്. സോ ഈ 4 ഇക്വേഷൻ മെയിൻ ആയിട്ട് അറിഞ്ഞു വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഇ എൽ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ്. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ റിലേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക് ആണെന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. സോ അതിനൊരു റെപ്രസെന്റേഷൻ ഉണ്ട്, ഡയഗ്രമാറ്റിക്കൽ. നമുക്ക് ശ്രദ്ധിക്കാം. ഇതൊരു ബാറ്ററി ആണ്. ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണ്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതൊരു മെറ്റാലിക് കണ്ടക്ടർ ആണ്. സോ അതിനകത്തുള്ള ഇലക്ട്രോൺസിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ അതിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ഡയറക്ഷനിലോട്ടാണ്. ക്ലിയർ? നമ്മളൊരു ബാറ്ററി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് വെച്ചാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എപ്പോഴും അപ്ലൈഡ് ഇലക്ട്രിക്കൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. നമുക്ക് അറിയാവുന്ന ഫാക്ടറാണ്. സോ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഈക്വൽ ടു മൈനസ് ഇ ആണ് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അപ്ലൈ ഇവിടെ നെഗറ്റീവ് സൈൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫോഴ്സ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക്കൽ ഫീൽഡ്. ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് ഇക്വേഷൻ എടുക്കാം. എഫ് ഈക്വൽ ടു എം എ ആണ്. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് എഫ് ഈക്വൽ ടു എം എ ആണ്. therefore a ഈക്വൽ ടു എഫ് ബൈ എം ആണ്. therefore a ഈക്വൽ ടു എഫ് ബൈ എം. എ എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എം ആണ്. നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഒരു മെറ്റാലിക് കണ്ടക്ടറിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മെറ്റാലിക് കണ്ടക്ടറിൽ എപ്പോഴും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം റാപ്പിഡ് മോഷനിലായിരിക്കും. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10⁵ മീറ്റർ പെർ സെക്കൻഡ് ഓർ 10⁶ മീറ്റർ പെർ സെക്കൻഡ്. ഈ ഒരു ഹൈ സ്പീഡിലായിരിക്കും അത് റാപ്പിഡ് റാൻഡം മോഷനിലായിരിക്കാം. അതിന്റെ ആവറേജ് വെലോസിറ്റി വി ആവറേജ് എപ്പോഴും 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ബേസിക് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ അപ്ലൈ ചെയ്താൽ അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് റാപ്പിഡ് റാൻഡം മോഷനിലായിരിക്കും. അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10⁵ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. അതിന്റെ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. ക്ലിയർ? ദെൻ നമ്മളിവിടെ ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആക്സലറേഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ബൈ മാസ് ആണ് നമുക്കറിയാം. സോ ഫോഴ്സിൽ നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എ ഈക്വൽ ടു മൈനസ് ഇ ബൈ എം എന്ന് എഴുതാം. എ ഈക്വൽ ടു മൈനസ് ഇ
ബൈ എം എന്ന് എഴുതാം. ഇനി അതിൽ ഏറ്റവും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടോ ആണ് നമ്മുടെ റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ടൈം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻ ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ. രണ്ട് ഫ്രീ ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതിന്റെ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ റിലാക്സേഷൻ ടൈം എന്ന് പറയാ. ടു സക്സസീവ് കൊളിഷൻസ് തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയാ. അതിന്റെ ടോ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ ഇപ്പൊ നമുക്ക് എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് മനസ്സിലായി. അടുത്തതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് VD. ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺ ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ്. നമ്മളൊരു ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മൂലം ഈ മെറ്റാലിക് കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാ. ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റാലിക് കണ്ടക്ടർ ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഫീൽഡ്. ക്ലിയർ ആവുന്നില്ല? അപ്പൊ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VD ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഞാൻ ഇവിടെ എഴുതാം. വെലോസിറ്റി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻടു ടൈം അല്ലേ. ഇപ്പൊ ഇവിടെയുള്ള ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈക്വൽ ടു ഇക്വേഷൻ 2 എന്ന് എഴുതാമല്ലോ നമുക്ക്. -E/m ആണ് നമ്മുടെ ഇവിടെയുള്ള ആക്സിലറേഷൻ. ഇവിടെയുള്ള ടൈം ഗ്യാപ്പിന് നമ്മൾ എന്താ പറയാ റിലാക്സേഷൻ ടൈം ടോ എന്നല്ല പറയാ ടോ. സോ നമുക്കറിയാം VD ഈക്വൽ ടു -E/m ഇൻടു ടോ ആണ്. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ. ഇതാണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയ പാരാമീറ്റേഴ്സ് ആണ്. പരീക്ഷയിൽ പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.